ഇന്നൊരു സൺഡേ വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഔട്ടിംഗ് വ്ളോഗ് എന്ന് പറയാം. ഇന്ന് രാവിലെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വന്നിരിക്കുന്ന ഒരു ലേക്കിലാണ്, പേരൊന്നും അറിയില്ല. ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 6 രൂപ പോയിന്റ്, ഒരാൾക്ക് 6 രൂപ ആവുന്നുള്ളൂ, രണ്ടാൾക്ക് 12 രൂപയായി. രണ്ടാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വന്നിട്ട് രാവിലെ 5 മണി തൊട്ട് രാവിലെ 9:30 വരെയും വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 9:30 വരെയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്തു പിന്നെ എങ്ങനെ ഇവിടെ ആൾക്കാർക്ക് വരാൻ പറ്റുമോ. കാരണം 2-3 വട്ടം വന്നിട്ട് ഇവൾക്ക് ഇവിടെ കയറാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് കേട്ടോ കയറി. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ഈ ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും ഒക്കെ ഇത് വായിച്ച് നോക്കിയിട്ട് പോയത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ആൾ രാവിലെ എന്നെയും കൂട്ടി വന്നിട്ടുണ്ട്. സംഭവം അവിടെ ഒരു ജിമ്മിന്റെ സംഭവങ്ങളൊക്കെ ആട്ടോ, അതുകൊണ്ടാണ് ആ ഒരു ടൈം. ജോഗിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ അവിടെ കൂടുതലായിട്ടും വരുന്നത്. ഒരു ലേക്കാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് കളിച്ച് ചിരിച്ചിരുന്ന ശേഷം ഞങ്ങളൊരു ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു മലയാളീസിന്റെ കടയെന്ന് പറഞ്ഞാൽ ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഓണർ മലയാളി തന്നെയാണ്, പക്ഷെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് ഒന്നും മലയാളീസ് അല്ല. ഞങ്ങളുടെ ഹോസ്റ്റലിലെ ചായ വന്നിട്ട് മധുരം കൂട്ടി കടുപ്പം കുറച്ചിട്ടുള്ള ചായ, അതായത് വെള്ള കളർ ചായയാണ്, നല്ല മധുരം കുറുക്കിയാട്ടോ തരുന്നത്. അപ്പം രാവിലെ അത് കുടിച്ച് എനിക്ക് വയ്യ. രാവിലെ തന്നെ ഈ മധുരം കുറുക്കി കുടിക്കാൻ വയ്യാത്തതുകൊണ്ട് 2 ദിവസം കൊണ്ട് ചായ കുടിക്കുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്തു ഇന്നിപ്പം ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ ഓർത്ത്, ഇഷ്ടമുള്ള സാധനമൊക്കെ കഴിക്കാൻ ഓർത്ത് നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചുവരൊക്കെ കാണുവാണെങ്കിൽ മലയാളീസിന്റെ കട തന്നെയാ തോന്നും കേട്ടോ. കാര്യം ചുവരിലെല്ലാം നമ്മുടെ നാട്ടിലെ ചായക്കടയൊക്കെയാണ് കേട്ടോ വരച്ചു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് നാടൊക്കെ തന്നെയാണ്. പിന്നെ കോൺവെർസേഷനൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതും എല്ലാം മലയാളത്തിൽ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭാരതീയ സിറ്റിയിലേക്ക് വന്നു. നടന്നാട്ടോ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 5 രൂപ പോയിന്റാണ് ഈ ഭാരതീയ സിറ്റി വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു, സംസാരിച്ചു. പിന്നെ പാട്ടൊക്കെ പാടി മൊബൈൽ വെച്ചിട്ട്. മൊബൈലിൽ പാട്ട് കേൾക്കുമ്പോൾ കൂടെ പാടാൻ ആർക്കാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെ പാടി. പിന്നെ വരുന്നവരെയും പോണവരെയൊക്കെ കമൻ്റ് അടിച്ചും നമ്മൾ അവരുടെ മുടിയും ഡ്രസ്സും ഒക്കെ നോക്കി, ആമ്പിള്ളേരെയും പെമ്പിള്ളേരെയും ആരെയും വെറുതെ വിട്ടില്ല, എല്ലാവരെയും വായി നോക്കി അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറേ, എനിക്ക് തോന്നുന്നു ഈ ആൻറ്റിമാരെല്ലാം 50+ ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു 5-6 പേരുണ്ടായിരുന്നു, ഒരു 4-5 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടി വന്നു, ഊഞ്ഞാലാടി, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, റീൽസ് എടുക്കുന്നു, സെൽഫി നോക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എന്നെയാട്ടോ ഓർമ്മയെന്നെ, ഭാവിയിലെ എന്നെയാണ് കേട്ടോ ഞാൻ അവരിൽ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മളൊരു മലയാളി ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡൊക്കെ എടുത്ത് റൂമിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സി യു.